ഇവിടെ ഒരു ഡെലിവറി ബോയ് ഈ ഗ്രാൻഡ്മയ്ക്ക് ഫുഡ് കൊടുക്കാൻ വരികയാണ്. അവനാണെങ്കിൽ അവരുടെ പപ്പിയെ കണ്ടിട്ട് ഫണ്ണി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് ഇഷ്ടപ്പെടാത്ത ഗ്രാൻഡ്മ അവന് കൊടുക്കാനേ കൊണ്ടുവന്ന് ടിപ്പും കൊടുത്തില്ല. അടുത്ത ദിവസം പുറത്തേക്ക് പോയ ഗ്രാൻഡ്മയ്ക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വന്നു നിലത്ത് വീണു. ഇത് കണ്ട് പപ്പി കുരയ്ക്കാനും തുടങ്ങി. എന്നാൽ ഭാഗ്യം കൊണ്ട് അന്ന് ഫുഡ് ഡെലിവറി ചെയ്യാമെന്ന ആ പയ്യനത് കാണുകയാണ്. അവൻ ഉടനെ അവരെ ഹോസ്പിറ്റലിലേക്ക് അയക്കുകയാണ്. എന്നാൽ ആരും പപ്പിയെ ശ്രദ്ധിച്ചില്ല. പപ്പി ആംബുലൻസിന് പിന്നാലെ ഓടി ക്ഷണിച്ച പപ്പിക്ക് ആംബുലൻസ് പോയ വഴി തെറ്റിപ്പോയി. രാത്രിയായി. പപ്പി ഗ്രാൻഡ്മയെ തേടിക്കൊണ്ടേ അവസാനം വിശന്ന പപ്പി ഒരു ചിക്കൻ ഷോപ്പിന് മുന്നിൽ പോയി നിന്നു. എന്നാൽ കടക്കാരൻ അതിനെ ഓടിച്ചു വിട്ടു. പേടിച്ച പപ്പി റോഡിന് നടുവിലൂടെ ഓടി. പെട്ടെന്ന് ഒരു കാറ് മുന്നിൽ വന്നു നിന്നു. ഭാഗ്യം കൊണ്ട് അയാൾ ബ്രേക്ക് പിടിച്ചു. പപ്പി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അടുത്ത ദിവസം ഒരു ഫാമിലി ഈ പപ്പിയെ കാണാണ്. അവരുടെ പെൺകുട്ടിക്ക് അതിന് വീട്ടിൽ കൊണ്ടുപോകാൻ ആഗ്രഹമായി. എന്നാൽ അതിനെ കണ്ട് അതിന് ഓണർ ഉണ്ടാവുമെന്ന് അവർ ഊഹിച്ചു. ആൾ അന്വേഷിച്ചു വരും വരെ അതിനെ കൊണ്ടുപോവാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ ആ പെൺകുട്ടി പപ്പിയെ മാഫി എന്ന് പേര് വിളിച്ചു. അവനൊപ്പം കളിക്കാനൊക്കെ തുടങ്ങി. അവൾ അതിനെ എവിടേക്കും വിടില്ലായിരുന്നു. കാരണം അവളെ അവർ ഒരു ഓർഫണേജിൽ നിന്നും ദത്തെടുത്തതായിരുന്നു. അതിനാൽ വീണ്ടും അവളെ അവർ അവിടേക്ക് കൊണ്ടുപോയി ആക്കുമെന്ന് അവൾ ഭയന്നിരുന്നു. പതിയെ പതിയെ അവൾ പാരൻസിന്റെ സ്നേഹം അനുഭവിച്ചു. അതേസമയം ഹോസ്പിറ്റലിൽ നിന്നും കണ്ണു തുറന്ന ഗ്രാൻഡ്മ പപ്പി മിസ്സിംഗ് ആണെന്നറിഞ്ഞു. ഉടനടി ആ ഡെലിവറി ബോയോട് അവർ ഹെൽപ്പ് ചോദിച്ചു. രണ്ടാളും ചേർന്ന് ഒരു മിസ്സിംഗ് പോസ്റ്റർ അടിച്ച് മെയിൻ ഏരിയയിലൊക്കെ പതിപ്പിച്ചു. ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡ് കുറെ നാളുകൾക്ക് മുന്നേ മരിച്ചു പോയിരുന്നു. ആകെയുള്ള മകൻ മറ്റൊരു സ്ഥലത്ത് സെറ്റിൽഡ് ആണ്. ആകെ അവർക്കുള്ളത് ഈ ഒരു പപ്പി മാത്രമാണ്. എന്നാൽ അവർ ഒട്ടിച്ച പോസ്റ്റർ ആ പെൺകുട്ടിയുടെ അച്ഛൻ കണ്ടു. അതിന് വീട്ടിൽ വന്ന് പറഞ്ഞു. അത് കേട്ട് ഭാര്യ അവൾക്കത് വിഷമമുണ്ടാക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അച്ഛൻ അതിനെ തിരികെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. പതിയെ അവളെ അത് അറിയിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് ആദ്യമായി അവരെ അമ്മ എന്ന് വിളിച്ചു. അവൾ നല്ല മെച്യൂറായി അതിന് കൊടുക്കാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഗ്രാൻഡ്മ വന്ന് പപ്പിയെ കൊണ്ടുപോയി. പെൺകുട്ടി കരയുന്നത് കണ്ട ഗ്രാൻഡ്മയ്ക്ക് വിഷമമായി. എങ്കിലും എപ്പോൾ വേണമെങ്കിലും പപ്പിയെ കാണാൻ വരാമെന്ന് അവർ പറഞ്ഞു. വീട്ടിൽ വന്നതും പപ്പി നല്ല സാഡായിരുന്നു. ഇത് ശ്രദ്ധിച്ച ഗ്രാൻഡ്മ ആ പെൺകുട്ടിയുടെ ഫാമിലിയെ ക്രിസ്മസ് പാർട്ടിക്ക് വീട്ടിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ അവർ വന്നു. ഗ്രാൻഡ്മ അവളെ ഇനി ഹാപ്പിയാക്കാനായി താൻ മകൻ്റെ അടുത്തേക്ക് പോവാണെന്ന് പറഞ്ഞ് പപ്പിയെ അവർക്ക് കൊടുക്കുകയാണ്.